യാഥാർത്ഥ്യങ്ങളിലേക്ക് കിടക്കാം. രണ്ടാം ഭാഗമാണ്, കൃത്യമായിട്ട് കേൾക്കും. രാവിലെ ഒരു പ്രായമായ സ്ത്രീ ക്യാമ്പിൽ ഇതല്ല, രാവിലെ ഒരു പ്രായമായ ഇത് പറക്കും വിവാദം എന്ന ചോദ്യത്തിൽ പറക്കും വിവാദമാണ്. വിവാദം പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു ഔചിത്യത്തിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നത് ഒരു ഔചിത്യക്കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നത് ഒരു ഔചിത്യക്കുറവ് എന്നാണ്. സ്മൃതി പരുത്തിക്കാട് സ്വാഭാവികമായിട്ടും വി ഡി സതീശനോട് അപാരമായിട്ട് സ്നേഹമുള്ള ഒരു വാർത്ത അവതാരികയായതുകൊണ്ട് സ്മൃതി പരുത്തിക്കാട് ഇങ്ങനെയൊക്കെ തന്നെ പറയുകയുള്ളൂ. ഔചിത്യക്കുറവ്, ആ ഒരു എന്തൊരു സൗന്ദര്യമുള്ള വാക്ക് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. എന്തൊരു സൗന്ദര്യമുള്ള വാക്കാണ് അല്ലേ? ഔചിത്യക്കുറവുണ്ട്. അതല്ലാതെ ഇത് നാണം കെട്ട പരിപാടിയൊന്നുമല്ല. ഒരു പേഴ്സണൽ ആവശ്യത്തിനാണ് ഇവിടെ വി ഡി സതീശൻ ഇത് രണ്ടാമത്തെ തവണ എത്ര ഉപയോഗിക്കുന്നത്. നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ അറിയിക്കേണ്ട മാധ്യമങ്ങൾ നമ്മൾ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ? അങ്ങനെയല്ല അതിനെ കരുതേണ്ടത്. രണ്ടാമത്തെ തവണയാണത്രേ അസുഖമായി കിടക്കുന്ന, കൊച്ചിയിൽ അസുഖമായി കിടക്കുന്ന അമ്മായിയപ്പനെ കാണാൻ വേണ്ടി രണ്ടാമത്തെ തവണ അത്ര ഹെലികോപ്റ്റർ പോകുന്നത്. രണ്ടാമത്തെ തവണ പോകുമ്പോഴാണ് കാലാവസ്ഥ പ്രശ്നം കാരണം തിരിച്ചിറങ്ങിയിട്ട് അദ്ദേഹം തീവണ്ടിയിൽ പോയത്. എന്തൊരു രസകരമായ കാര്യം. പക്ഷേ ഇത് വാർത്തയാക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യാം, എന്ത് കുരുത്തക്കേടും ചെയ്യാം. പക്ഷേ അത് വാർത്തയാക്കുന്നതിൽ സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള കോൺഗ്രസിനെ അതിരട്ടി സ്നേഹിക്കുന്ന, വി ഡി സതീശനെ കോൺഗ്രസിനേക്കാൾ അപ്പുറം സ്നേഹിക്കുന്ന സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇത് വാർത്തയാക്കുന്നതിലാണ് പ്രശ്നം. അത് അരുൺകുമാർ ചോദിക്കുന്നുണ്ട്. വാർത്തയായതിനാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം. കേൾക്കൂ. ഈ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്ന ഒരു ഔചിത്യക്കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം ആകുമ്പോഴേക്കും 12 മരണം എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. ഇനി കാണാതായവരുടെ എണ്ണം 6ആണ്. ഇന്ന് രാത്രിയും ശക്തമായ മഴയുണ്ടാകും, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. നമ്മൾ ജാഗരൂകരായി ഇരിക്കണം എന്നുള്ളത് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് കഴിഞ്ഞ സർക്കാരിലെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വേണം ഈ മുഖ്യമന്ത്രിയും പ്രവർത്തിക്കാൻ എന്ന ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ച് ആ രൂപരേഖയ്ക്കുള്ളിൽ നിന്നുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഈ ദുരന്തം അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മളൊരു മാതൃക നമ്മൾ കണ്ട് ശീലിച്ചു പോയെന്നേ. അതിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം, നമ്മുടെ പ്രശ്നം. നമ്മൾ കണ്ട മാതൃക എന്താന്ന് ഓർമ്മയുണ്ടോ? കാരണം ഇപ്പോഴുള്ള പോലെ എല്ലായിരുന്നു 2018 പ്രണയം. നിങ്ങൾക്കത് ഓർമ്മയില്ലേ സുഹൃത്തുക്കളെ? ഓർമ്മയില്ലേ? എന്തെങ്കിലും ഇങ്ങനെ മറന്നു പോകണേ? ഓർമ്മ ഉണ്ടാവണം. ഓർമ്മയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ഓർമ്മകളൊക്കെ കുറിച്ചൊരു ഗംഭീര പാട്ടുകളൊക്കെ ഉണ്ടോ? ഓർമ്മകൾ മറന്നുപോയി. ഓർമ്മയെ കുറിച്ചിട്ടുള്ള കവിത ഞാൻ മറന്നുപോയി. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. അതേപോലെ ഓർമ്മിക്കണം, ഓർമ്മയുണ്ടാവണം. ആ ഒരു പ്രളയത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു ക്രൈസിസ് മാനേജറുടെ ഇടപെടലായിരുന്നു. എത്ര കൃത്യമായിട്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പൊ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനത അനുഭവിക്കുന്ന വലിയ പ്രശ്നം. അവർക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കേൾക്കാം. മുഖത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുമായിരുന്നു. ഓരോ ദിവസത്തെയും ഓറഞ്ച് അലേർട്ടുകൾ ഏതൊക്കെ ജില്ലകൾ എന്നുള്ള കാര്യം മുന്നറിയിപ്പായി നൽകും. മഴ ഇവിടെ കുറയുന്നു, ഇത്ര മൃതദേഹങ്ങൾ കിട്ടി, ഇത്രയാണ് മരണസംഖ്യ എന്നുള്ള വാർത്താ സമ്മേളനം നടത്തുമായിരുന്നു. അതാണ് ഒരു നല്ല മാതൃക. സുഹൃത്തുക്കളെ, അപ്പോ ഓർമ്മ ഉണ്ട്, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പിണറായി വിജയൻ നടത്തിയിരുന്നു. അതാണ് ഒരു നല്ല മാതൃക. ബാക്കി എന്താ പറഞ്ഞേ? അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ പല കാര്യങ്ങളും നല്ല മാതൃകയല്ലാതിരുന്നത് കൊണ്ടാണല്ലോ അവരിപ്പോൾ എണ്ണം 26ലേക്ക് ചുരുങ്ങുകയും ഒരു പുതിയ ഭരണം അധികാരത്തിൽ വരികയും ചെയ്തിരിക്കുന്നത്. ഈശോയെ, അതൊരു നല്ല മാതൃകയല്ല എന്നാ പറയുന്നേ. അതൊരു നല്ല മാതൃക അല്ലാത്തോണ്ടാണോ ഇവിടുത്തെ ഒരു 23ലേക്കൊക്കെ ഈ LDF ചുരുങ്ങിപ്പോയത്? ആ പ്രളയത്തെ നന്നായിട്ട് ടാക്കിൾ ചെയ്തൊരു നല്ല മാതൃകയല്ല? കൊറോണ വന്നപ്പോൾ നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്ത് നല്ല മാതൃകയല്ല? കോവിഡ് വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, നിപ വന്ന സമയത്ത് അതിനെ പിടിച്ചു കിട്ടിയത് ഒരു നല്ല മാതൃകയല്ല? മൈ ഗുഡ്നസ്, എൻ്റെ തലച്ചോറ് ചിന്നുന്നു. ഞാനൊക്കെ വിചാരിച്ചത് അതൊക്കെ ലോകോത്തര മാതൃകയാണ്. ഞാൻ മാത്രമല്ല,
ലോകത്തെ പലരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ സ്മൃതി പരുത്തിക്കാട് പറയുന്നു അതൊരു നല്ല മാതൃക അല്ലാത്തോണ്ടല്ലേ ഇടതുപക്ഷം ഒരു മൂലയ്ക്ക് കുത്തിരിക്കുന്നത് വെറും 23 സീറ്റുമായിട്ട് എന്നാണ് സ്മൃതി പരുത്തിക്കാട് പറയുന്നത്. സോ മൈ തോട്ട്സ്, നമുക്ക് നമ്മുടെ ചിന്തകളൊക്കെ വീണ്ടും ചിന്തയിലിടേണ്ടിയിരിക്കുന്നു. കേൾക്കാം. അതിന്റെ ഒരു തുടർച്ച എന്നുള്ളത് അത് ആ രാഷ്ട്രീയ മുന്നണിയുടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇനി ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ആണ് അനൗചിത്യം എങ്കിൽ ആ ഹെലികോപ്റ്റർ ഇത്രയും വാടക കൊടുത്ത, അതായത് പ്രതിമാസം 80 ലക്ഷം രൂപ വാടകയ്ക്ക് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തുന്ന, അതിനുശേഷം അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ള കാലത്ത് മുതൽ വിമർശിക്കുന്നവരാണെങ്കിൽ ഇന്നും അവർക്ക് വിമർശിക്കാം. അന്ന് ആ ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് കരുതാൻ പറ്റുമോ? ഇല്ല. അന്നും പാർട്ടി സമ്മേളനത്തിലടക്കം ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ ഹെലികോപ്റ്ററിൽ പിണറായി വിജയൻ പോയിട്ടുണ്ട്. അന്ന് വിമർശിക്കാതിരുന്നവർ ഇന്നിപ്പോൾ ഈ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഔചിത്യത്തെ ചോദ്യം ചെയ്യും. അടിപൊളിയല്ലേ? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവര് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയാണ്. ആ വിമർശനം വന്നതോടുകൂടിയിട്ട് ആ പരിപാടി നിർത്തിയതാണ്, യാഥാർത്ഥ്യമാണ്. ഇനി കേൾക്കണം. ഇപ്പോൾ 3 ജില്ലകളിൽ വലിയ ദുരിതമാണ്, മഴ ദുരിതമാണ്, പ്രകൃതി ദുരന്തമാണ്. അത് പത്തനംതിട്ടയിലാണ്, കോട്ടയത്താണ്, ഇടുക്കിയിലാണ്. ഇവിടെയൊക്കെ തന്നെ കനത്ത മഴയാണ്. ഇതേ തുടർന്ന് ലാൻഡ്സ്ലൈഡ് ഉണ്ട്, ഉരുൾപൊട്ടലുണ്ട്. ഇപ്പോൾ റാന്നിയൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. ഇപ്പോഴും വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. ജനങ്ങൾ ദുരിതത്തിലാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആബ്സെന്റ് ആണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ക്ലാസ്സിലില്ല. ഇന്ന് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രളയ സമയത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആബ്സെന്റ് ആണ്, അദ്ദേഹം എവിടെയില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് തീറ്റ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയതെന്നൊക്കെ. അങ്ങനെ ശരിയല്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എവിടെയും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ല ഒരു വാക്ക് പോലും. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഒരു പ്രസ്താവന, ഒരു ആശ്വാസ വാക്ക്, എല്ലാവർക്കും സഹായം ഉറപ്പാക്കും. പ്ലീസ് പ്ലീസ്, പിണറായി വിജയൻ അല്ല, മനസ്സിലാക്കൂ സുഹൃത്തെ, പിണറായി വിജയൻ അല്ല. ആര്? വി.ഡി. സതീശൻ. PR സുനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് പിണറായി വിജയന്റെ മാതൃക വേണമെന്നാണ്. കുറച്ചു മുമ്പ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു കഴിഞ്ഞു അതേ മാതൃക തന്നെ പിന്തുടരേണ്ടതില്ല എന്ന്. മനസ്സിലേ? ഓരോ ദിവസവും വന്നിട്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതില്ല, ഓരോ ബുധനാഴ്ചകൾ വന്നിട്ട് ആശ്വസിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. ഉണ്ടാകില്ല. ഇന്ന് പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഷെൽട്ടർ ഹോമുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒന്നും തന്നെ ഭക്ഷണം എത്താത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും ഏകോപന പ്രശ്നമുണ്ട് എന്ന് ഭരണപക്ഷത്തെ MLA-മാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഏകോപന കുറവുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഏകോപന കുറവുണ്ട്. പക്ഷേ അപ്പോഴാണ് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ 2-3 ദിവസത്തെ ഷെഡ്യൂൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അമ്പരപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഒരു ദുരന്തമുഖത്ത് ഒരു സംസ്ഥാനം നിൽക്കുമ്പോൾ പെരുമാറേണ്ടത് ഔചിത്യമില്ലായ്മ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിൽ എന്തായാലും ഞാനൊരല്പം സന്തോഷവാനാവുന്നത് PR സുനിൽ അടക്കമുള്ള ആളുകള് ഇതിനെ കൃത്യമായിട്ട് എതിർക്കുകയും മറ്റും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കാരണം ആരെങ്കിലും ഉണ്ടല്ലോ അല്ലേ, ഒരാളും ഇല്ലാത്തൊരവസ്ഥ ഇവിടെ വരുന്നില്ലല്ലോ എന്നുള്ളതാണ്. മറ്റത് എന്താണ്, ഒരു മനുഷ്യജീവി ഇല്ല ഇതിനെ എതിർക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ഇതല്ല, ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുന്നു. ബൈ.